പ്ലാനും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു സാധാരണ എഞ്ചിനീയറിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ട, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓ മാൻ. അതെ, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിന് പോയത്. എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയ ഒരു എഞ്ചിനീയറിംഗ് അല്ല എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ മനസ്സിലായി. പക്ഷെ പഠിച്ചു നല്ല രീതിയിൽ. അപ്പം ഒന്നും അറിയില്ല. പഠിത്തം കഴിഞ്ഞ് ടു ബി ഫ്രാങ്ക് ബിടെക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങി. പക്ഷെ ഇതെന്താ സംഭവം എന്ന് ഒരു പിടുത്തവും ഇല്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ദുബായിലായിരുന്നു പേരൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ PG ജോയിൻ ചെയ്യാണ്. അപ്പോൾ എനിക്ക് മാനേജ്മെന്റിനോടും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പഠിച്ചു. നല്ല രീതിയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ പാസ്സായി. അവിടെ വർക്ക് ചെയ്യുന്നു. എനിക്ക് സംതൃപ്തി ഇല്ല ഈ ഒരു ഓഫീസ് ജോബിൽ. ഞാൻ ഹാപ്പി അല്ല ഒട്ടും. അപ്പം ക്രിയേറ്റീവ് കാര്യങ്ങളോട് ചെറുതിലേ മുതലേ ഇഷ്ടമുണ്ട്, പാട്ടും ഡാൻസും ഒക്കെ. പക്ഷെ ഇതിലൊന്നിലും നമ്മളൊരു പ്രാവീണ്യം നേടുക എന്ന് പറയുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. മെയിൻ നമുക്ക് ബിടെക് അല്ലേ, ബിടെക്കിന്റെ അതാണ്. ബിടെക്കിന് ഒരാൾ കയറി കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ മാസം എക്സാംസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേറെ സൈഡ് ലൈനിൽ ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായില്ല.